ഹായ് ഓൾ, ഇന്ന് നമ്മൾ ലൈറ്റ് ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമേജ് ഫോർമേഷൻ ബൈ പ്ലെയിൻ മിററാണ്. നമ്മൾ ആദ്യം സ്പെറിക്കൽ മിററിൻ്റെ കേസ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം പ്ലെയിൻ മിററിനകത്ത് എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ മിറർ. ഓക്കെ, മിറർ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മിററിൻ്റെ ഇത് ഷെയ്ഡഡ് പോർഷൻ, അതായത് നമ്മുടെ പോളിഷ്ഡ് സർഫസ്, റിഫ്ലക്റ്റ് ചെയ്യാത്ത ഭാഗം. ഇപ്പുറത്തെ സൈഡായിരിക്കും റിഫ്ലക്റ്റിംഗ് സർഫസ്. ഓക്കെ, അതായത് കാണാൻ പറ്റുന്ന ഭാഗം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയുള്ള ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുക കേട്ടോ. എൻ്റെ ഇമേജ് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, മിററിൻ്റെ ഫ്രണ്ടിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒബ്ജക്റ്റ് വെക്കുക. ബാക്കിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇമേജ് കിട്ടുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും റിഫ്ലക്റ്റിംഗ് സൈഡിൽ കൊണ്ടുപോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒബ്ജക്റ്റ് വെക്കാൻ. അപ്പോൾ ഞാൻ ഒബ്ജക്റ്റ് വെച്ചു. ഇനി നമുക്ക് ഒരു ലൈറ്റ് റേ വരക്കാം. ഒരു ലൈറ്റ് റേ വരക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് റേ വരക്കുക? ഇൻസിഡൻറ്റ് റേ. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ അടുത്തുനിന്ന് പോകുന്ന ഒരു ലൈറ്റ് റേ, അതിൻ്റെ പേരാണ് എന്ത്? ഇൻസിഡൻറ്റ് റേ. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് റേ പോയി ഈ റേയിൻ്റെ ഡയറക്ഷൻ നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ അതാ ഇങ്ങനെ പോയി എൻ്റെ മിററിൽ തട്ടി. എവിടെയാണോ മുട്ടിയത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു നോർമൽ വരച്ചു കൊടുക്കണം. നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ലൈൻ. ഓക്കെ, ഇനി ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടോ? ഇത് ഇപ്പോൾ നമുക്കൊരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഈ ആംഗിളിനെ പറയുന്ന പേര് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് ഐ. ഓക്കെ, ഇവിടെ എത്ര ആംഗിളാണ് ഉള്ളത് അത് തന്നെ ഇപ്പുറത്തേക്ക് നമ്മൾ വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ അടുത്ത റേ വരച്ചു കൊടുക്കുക. ഈ റേയിൻ്റെ പേരാണ് എന്ത്? റിഫ്ലക്റ്റഡ് റേ. ആൻഡ് ഈ റിഫ്ലക്റ്റഡ് റേയും നോർമലോട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരെണ്ണവും കൂടി വേണം. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് രണ്ട് ലൈറ്റ് റേയോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് റേയോ ഒന്നും അല്ല പോകുന്നത്, കുറേ ലൈറ്റ് റേസ് പോകുന്നുണ്ട്. നമുക്ക് ഇമേജാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇമേജ് ഫോർമേഷൻ എവിടെയാണ് എൻ്റെ ഇമേജ് ഉണ്ടാകുന്നതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് യു ഹാവ് ടു നോട്ടീസ് ദാറ്റ് ഇമേജ് ഇസ് ഫോംഡ് വെയർ 2 or more reflected rays meet. ഓക്കെ, ഇമേജ് ഇസ് ഫോംഡ്, ഈ പോയിന്റ് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. ഇമേജ് ഇസ് ഫോംഡ്, ഇമേജ് എവിടെ ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇമേജ് ഇസ് ഫോംഡ് വേർ 2 reflected rays മീറ്റ്. 2 റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. രണ്ടെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, രണ്ടിലധികം ആവാം. ഓക്കെ, പക്ഷേ മീറ്റിംഗ് പോയിന്റ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 റിഫ്ലക്റ്റഡ് റേസ് നമുക്ക് വേണം അല്ലേ? എന്നാലേ മീറ്റ് ചെയ്യുള്ളൂ. മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ദ പോയിന്റ് വെയർ 2 or more reflected rays meet. 2 അല്ലെങ്കിൽ 2-ലധികം റിഫ്ലക്റ്റഡ് റേസ് എവിടെ മീറ്റ് ചെയ്യുന്നു ആ പോയിന്റിലാണ് നമുക്ക് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി വരക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വേറൊരു റിഫ്ലക്റ്റഡ് റേ വരക്കാണ്. ഒരു ഇൻസിഡൻറ്റ് റേ വരക്കാണ്. ഇതിൻ്റെ ഇൻസിഡൻറ്റ് റേ എൻ്റെ മിററിൽ എവിടെയാണോ മുട്ടുന്നത് ആ പോയിന്റ് വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കൊടുക്കുക. ഈ പെർപെൻഡിക്കുലർ വിളിക്കുന്ന പേരെന്താണ്? നോർമൽ. ഓക്കെ, നോർമൽ നമ്മൾ വരച്ചു. എന്നിട്ട് ഈ നോർമലും എൻ്റെ ഇൻസിഡൻറ്റ് റേയും കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിൻ്റെ പേരെന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടോ അത് തന്നെ ഇപ്പുറത്തേക്കും വരക്കുക. എന്നിട്ട് ഇതേ പോയിന്റിൽ നിന്ന് തിരിച്ച് റേ വരച്ചു കൊടുക്കുക. ഓക്കെ, ആൻഡ് ഈ റേ ആയിരിക്കും എന്ത്? റിഫ്ലക്റ്റഡ് റേ. ആൻഡ് ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. മറ്റേ കേസിൽ പറഞ്ഞാൽ സെയിം തന്നെ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ല, ഇമേജസ് ഫോംഡ് വെയർ 2 reflected rays meet. 2 റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുന്നത് എവിടെയാണോ അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ റിഫ്ലക്റ്റഡ് റേസ് നമുക്ക് വരക്കാം. ഇന്ന് നോക്കിയാൽ റിഫ്ലക്റ്റഡ് റേസ് ഏതാ? ഒരെണ്ണം ഇതാണ്. അതെ, ഇതിൻ്റെ റിഫ്ലക്റ്റഡ് റേ ആണ്. ഇതെൻ്റെ അടുത്ത റിഫ്ലക്റ്റഡ് റേ ആണ്. ഇവർ രണ്ടുപേരും ഞാൻ എന്തോരം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു ചെന്ന് മീറ്റ് ചെയ്യുമോ? ഒരിക്കലും ഒരു മീറ്റ് ചെയ്യില്ല. ശരിയല്ലേ? അതിനെ വൈഡായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്ക് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ അതാ ഈ റിഫ്ലക്റ്റഡ് റേ ഞാൻ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി ബാക്കിലേക്ക് നമുക്ക് ഇമേജ് ഇല്ല. ശരിയല്ലേ? മിററിൻ്റെ ബാക്കിൽ നമുക്ക് ഇമേജ് ഇല്ലല്ലോ, പുറകുവശമല്ലേ, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇമാജിനേഷൻ അതുകൊണ്ട് നമ്മൾ ഡോട്ടഡ് ലൈൻസ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പുറത്തെ റിഫ്ലക്റ്റഡ് റേ നമുക്കിങ്ങനെ നീട്ടി കൊടുക്കാം.
ഓക്കെ. ആൻഡ് ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ അവിടെയാണ് എനിക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഇതെന്ത് മിററാണ്? നമ്മുടെ പ്ലെയിൻ മിററാണ്, ശരിയല്ലേ? പ്ലെയിൻ മിററാണ്. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അലമാരുടെയൊക്കെ ഫ്രണ്ട് ഉണ്ടാകുന്ന മിററിൽ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ഫ്ലാറ്റ് സർഫസ് ഉള്ള മിറർ, അതാണ് പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഞാൻ സ്കെയിൽ ലൈക്ക് റാൻഡം ആയിട്ട് വരച്ചതല്ലേ, ലൈക്ക് റഫായിട്ട് വരച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് എക്സാക്ട്ലി കറക്റ്റായിട്ട് ഇരിക്കാത്തത്. നിങ്ങൾ സ്കെയിലൊക്കെ എടുത്ത് വരക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അതായത് ഈ ഒബ്ജക്റ്റ് നമ്മൾ വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസിൽ ഒബ്ജക്റ്റും എൻ്റെ മിററും തമ്മിലുള്ള ഡിസ്റ്റൻസിൽ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും എൻ്റെ ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഇമേജ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നെ ഈ ഒബ്ജക്റ്റിൻ്റെ സൈസ് സെയിം ആയിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് ആയിരിക്കും. അതായത് എൻ്റെ ഇമേജിൻ്റെ സൈസും ഒബ്ജക്റ്റിൻ്റെ സൈസും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് ഇമേജ് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് ഒബ്ജക്റ്റ്. പിന്നെ നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ലാറ്ററൽ ഇൻവേർഷൻ ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ റൈറ്റ് ഹാൻഡ് പോയി കഴിഞ്ഞാൽ ഇറ്റ് ലുക്ക് ലൈക്ക് മൈ ലെഫ്റ്റ് ഹാൻഡ്, അങ്ങനെ. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ട് കാണും. സോ ഇമേജ് ഇസ് ലാറ്ററലി ഇൻവേർട്ട്. ഓക്കെ, ലാറ്ററലി ഇൻവേർട്ട് ആണ് നമുക്ക് പറയാം. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഇമേജിനോട് വിളിക്കുന്ന പേരാണ് വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജ് അതായത് ഇപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക, നിങ്ങളിങ്ങനെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ്, മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഇപ്പം ഇച്ചിരി ബാക്കോട്ട് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഞാനും ഈ മിററിൻ്റെ സർഫസിലല്ലല്ലോ നമ്മൾ കാണുന്നത്, മിററിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ഇത്രയും സ്പേസ്, അതായത് ഇവിടെ എന്തോരം സ്പേസ് ഉണ്ടോ അത്രയും സ്പേസിനെ നീങ്ങി ഇതിനകത്ത് ഞാൻ ഇരിക്കുന്ന പോലെയല്ലേ നമുക്ക് ഫീൽ ചെയ്യുക. മനസ്സിലായ? അതായത് മിററിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് നീങ്ങിയിരിക്കുന്ന പോലെയല്ലേ നമുക്ക് ഫീൽ ചെയ്യുക. മനസ്സിലായ? അങ്ങനെ ഫീൽ ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ പറയുന്നത് വെർച്വൽ ഇമേജ് ആണ്. വെർച്വൽ ഇമേജ് ആണെങ്കിൽ വെർച്വൽ ഇമേജ് ഇസ് ഓൾവേസ് ഇറക്റ്റ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഇമേജ് ഇതിനെയാണ് നമ്മൾ വെർച്വൽ ഇമേജ് എന്ന് പറയുക. ഓക്കെ, ആൻഡ് വെർച്വൽ ഇമേജ് നമുക്ക് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. ഇറക്റ്റ് മീൻസ് അപ്രൈറ്റ്, അതായത് തല മേലെയാണെങ്കിൽ നമുക്ക് ഇമേജിലും നമ്മുടെ തല മേലെയായിട്ട് തന്നെ കാണും. ഓക്കെ, അതാണ് ഇറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രെയിറ്റ്, അതായത് നമ്മൾ എന്താണോ മിററിൽ നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ മിററിലും കാണാൻ പറ്റും. ഓക്കെ, നോട്ട് ദ ഇൻവേർട്ടഡ് വേർഷൻ. ഇൻവേർഡ് അല്ല, തല കുത്തനെയല്ല നിൽക്കുന്നതെന്ന്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നത്, അതാണ് ഇറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, വെർച്വൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ച്വലി ദിസ് ഇസ് എൻ ഇമാജിനേഷൻ. നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മുടെ ഇങ്ങനെ കണ്ണാടിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് ശരിക്കും തോന്നുകയാണ്. ഓക്കെ, ഇറ്റ് ഇസ് ആക്ച്വലി എൻ ഇമാജിനേഷൻ, നമുക്ക് അങ്ങനെ തോന്നുകയാണ്. സോ ഇറ്റ് ഇസ് നോൺ ആസ് വെർച്വൽ ഇമേജ്. ഓക്കെ, ആൻഡ് ഈ ഇമേജ് നമുക്ക് എവിടെ ഉണ്ടായിരിക്കുന്നത്? ഈ മിററിൻ്റെ ബാക്ക് സൈഡിലാണ്. സോ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ദ ബാക്ക് സൈഡ് ഓഫ് മിറർ. ഓക്കെ, അപ്പം ഇതിൻ്റെ പോയിന്റ്സ് ഞാൻ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് പോയിന്റ് ഇസ് ഇമേജ് ഇസ് ലാറ്ററലി ഇൻവേർട്ട്. സെക്കൻഡ് വൺ ഇസ് സൈസ് ഓഫ് ഇമേജ് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് ഒബ്ജക്റ്റ്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെർച്വൽ ഇമേജ്. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇറക്റ്റ്. ആൻഡ് ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫോംഡ് അറ്റ് ബാക്ക് സൈഡ് ഓഫ് ദി മിറർ. ഇതാണ് ഇതിൻ്റെ 5 പോയിന്റ്സ്. ഈ 5 പോയിന്റ്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഈ ഫിഗർ വരക്കാനും പഠിക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക, ഈ വെർച്വൽ ആയിട്ടുള്ള എല്ലാ ഇമേജുകളും എപ്പോഴും ബാക്ക് സൈഡിലാണ് ഉണ്ടാവുക. ഓക്കെ, മിററിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും എപ്പോഴും വെർച്വൽ ഇമേജ് ഉണ്ടാവുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് വിൽ ലേൺ അബൌട്ട് സ്പെറിക്കൽ മിറേഴ്സ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ആൻഡ് മനസ്സിലാവാത്ത പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് പിന്നെ എടുത്ത് കാണുക. ആൻഡ് ഈ ഡയഗ്രാം നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക, മനസ്സിലാക്കുക, എങ്ങനെയാണ് ഓരോന്നും ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സ്കെയിലൊക്കെ എടുത്ത് നന്നായിട്ട് വെച്ച് വരച്ച് നോക്കുക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.